പുണ്യമായ അനുഗ്രഹീതമായ പേമാരി പോലെ പെയ്തിറങ്ങുന്ന സുന്ദരമായ അവർണ്ണനീയമായ അവാച്യമായ രാവുകളിലും പകലുകളിലും ഈ സമയം വരെ നിലകൊള്ളാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തന്നു. അള്ളാഹു നമ്മിൽ നിന്നും മുഴുവൻ അമലുകളും സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, എന്റെ വിഷയം പരിശുദ്ധമായ റമളാനുമായി ബന്ധപ്പെട്ടല്ല എങ്കിലും നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയതുപോലെ പരിശുദ്ധമായ റഹ്മത്തിന്റെ 10 കഴിഞ്ഞാൽ അടുത്ത മഗ്ഫിറത്തിന്റെ 10 ഔസത്തുഹു രണ്ടാമത്തെ 10 അത് മഗ്ഫിറത്തിന്റെ 10 മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയതുപോലെയുള്ള പുണ്യമായ ഒരു 10 നമ്മൾ കടന്നുപോകുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടുന്ന ഒരു പരാമർശം. അള്ളാഹു അനുവദിച്ചു തന്ന ഒരുപാട് ആഘോഷ സന്തോഷ സുദിനങ്ങളും ആത്മീയമായ വേദികളും ആത്മീയമായ യാമങ്ങളും രാവുകളും പകലുകളും ധാരാളമുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു യാമങ്ങളിലോ ഏതെങ്കിലും ഒരു പകലിലോ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ദിവസത്തിലോ പടച്ചവനെ ഞങ്ങളെ മരിക്കാതെ വലിയ പെരുന്നാൾ വരെ ഞങ്ങളെ കൊണ്ടുപോകണമെന്ന് ദുആ ചെയ്യാൻ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടില്ല. പടച്ചവനെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ആരുടെയും റൂഹിനെ നീ കൊണ്ടുപോകരുത് എന്ന് നമ്മളോട് ദുആരക്കാൻ ഹബീബായ പ്രവാചകർ പറഞ്ഞതായി നമ്മൾ കേട്ടിട്ടില്ല, നമുക്കറിയില്ല. ഇങ്ങനെ ഏതെങ്കിലും ഒരു രാവിനെയോ ഒരു മാസത്തിനെയോ ഒരു ദിവസത്തിനെയോ ആ രാവെത്തുന്നതുവരെ ആ ദിവസം എത്തുന്നതുവരെ പടച്ചവനെ ഞങ്ങളെ മരിപ്പിക്കാതെ ആ ദിവസത്തിലേക്ക് എത്തിച്ചു തരണമെന്ന് ആത്മാർത്ഥമായി ദുആരക്കാൻ പ്രവാചക പുങ്കവർ ഓർമ്മപ്പെടുത്തിയിട്ടില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നാലോ അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ ഏതെങ്കിലും ഒരു മാസത്തിനു വേണ്ടി പടച്ചവനെ ഞങ്ങളുടെ ദേഹത്തിൽ നിന്നും ഞങ്ങളുടെ ദേഹിയെ എടുക്കുന്നതിന് മുമ്പ്, ഞങ്ങളുടെ ജസദിൽ നിന്നും ഞങ്ങളുടെ റൂഹിനെ കൊണ്ടുപോകുന്നതിന് മുമ്പ്, പടച്ചവനെ ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങളുടെ ആത്മാവിനെ ഊരപ്പെടുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു മാസത്തിൽ ഞങ്ങളെ എത്തിക്കണമെന്ന് നമ്മൾ അള്ളാഹുവിനോട് ദുആരക്കാൻ പ്രവാചക പുങ്കവർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതൊരൊറ്റ പ്രാർത്ഥന മാത്രമാ, അതൊരൊറ്റ വിശുദ്ധമായ റമളാൻ മാത്രമാ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. സഹോദരങ്ങളെ, റജബിലും ശഅബാനിലും പടച്ചവനെ ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണമല്ല. അല്ലാഹുവേ, നടന്നു വരുന്ന പുണ്യമായ റമദാൻ ഉണ്ടല്ലോ, ആ വിശുദ്ധമായ റമദാനിൽ പടച്ചവനെ ഞങ്ങൾക്ക് എത്തിച്ചേരാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. നിങ്ങൾ ആലോചിക്കണം, പരിശുദ്ധമായ റമദാനിലേക്ക് ഞങ്ങളെ എത്തിച്ചു തരണമെന്ന് പറയുമ്പോ റമദാൻ നമ്മളെ തേടി ഇങ്ങോട്ട് എത്തലല്ല, റമദാൻ നമ്മളെ അന്വേഷിച്ചുകൊണ്ട് ഇങ്ങോട്ട് എത്തലല്ല. സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാനിലേക്ക് നമ്മൾ കാലചക്രം കറങ്ങുമ്പോ, നമ്മുടെ ആയുസ് ദീർഘമാകുമ്പോ ആ പുണ്യമായ റമദാനിലേക്ക് നമ്മൾ എത്തിച്ചേരല. അതിന്റെ അർത്ഥം പടച്ചവനെ, റമദാനാകാതെ ഞങ്ങളെ മരിപ്പിക്കല്ലയല്ല, റമദാനിൽ കാലുകുത്തുന്നതിന് മുമ്പ് ഞങ്ങളുടെ റൂഹിനെ കൊണ്ടുപോകല്ലയല്ല എന്ന് ഏതെങ്കിലും ഒരു മാസത്തിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ ദ്വാരക്കാൻ പറഞ്ഞെങ്കിൽ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്റെ പരിസരത്തിൽ നീ വിനീതനെ വീക്ഷിക്കുന്ന പെങ്ങളെ, എത്ര വലിയ ഗൗരവമായി പുണ്യമായ പരിശുദ്ധമായ റമദാൻ മാസം അല്ലാഹുവേ, അതിന്റെ പൂർണ്ണമായ പോരിശ കരഗതമാക്കിയവരെ ഞങ്ങളെ പെടുത്തണയല്ല. പടച്ചവനെ, പുണ്യമായ റമദാൻ നാളെ പരലോകത്തിൽ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സത്വൃത്തരായ സാലിഹീങ്ങളും മുത്തഖീങ്ങളും സന്തോഷത്തിന്റെ തേരിലേറി മുന്നോട്ട് പോകുമ്പോ പടച്ചവനെ, റമദാനിനെ നിന്ദിച്ചതിന്റെ പേരിൽ, അതിനെ അവഗണിച്ചതിന്റെ പേരിൽ ആ റമദാൻ പ്രതികൂലമായി സാക്ഷി നിൽക്കുന്ന ഒരു വല്ലാത്തൊരു വേളയുണ്ട്. അങ്ങനെയുള്ള ഹതഭാഗ്യങ്ങളെ പെടുത്തല്ലയല്ലോ. റമദാന് പൊരുത്തപ്പെടുന്ന, റമദാൻ തൃപ്തിപ്പെടുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തണയല്ല. സഹോദരങ്ങളെ, ഓരോ സമയവും ഓരോ നിമിഷവും ഓരോ രാവുകളും ഓരോ പകലുകളും
നമുക്ക് ഒരുപാട് ആത്മീയമായ സമ്പാദ്യങ്ങൾ കൊയ്തെടുക്കാനുള്ളതാ. അതുകൊണ്ട് ഈ ആത്മീയ സദസ്സ് തന്നെ ഏറ്റവും പോരിസയുള്ള സദസ്സ. ഇതര മാസങ്ങളിൽ നമ്മൾ വിജ്ഞാന വേദിയിൽ ഇരിക്കുമ്പോൾ കിട്ടുന്നതിനൊക്കെ പതിന്മടങ്ങ് പ്രതിഫലമാ. തുച്ഛമായ സമയം റമദാനിന്റെ ഈ ഒരു രാവിലെ, പ്രത്യേകിച്ച് തിങ്കളാഴ്ച രാവിലെ അൽഹംദുലില്ലാഹ് മഗ്ഫിറത്തിന്റെ 10 കടന്നു പോകുമ്പോ ഈ പുണ്യമായ സദസ്സിൽ ഒരുമിച്ച് കൂടാൻ കിട്ടിയ ഭാഗ്യം അല്ലാഹുവേ, ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവൻ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച ബന്ധപ്പെട്ട ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും ഒരു നല്ല വർത്തമാനം കൊണ്ടെങ്കിലും ഇതിനോട് സഹകരിച്ചിട്ടുള്ള ആരെല്ലാം ഉണ്ടോ മുഴുവൻ ആളുകളെയും നീ കബൂലാക്കണേ അല്ലാ. ആമീൻ. സ്വലാത്ത് റളിയല്ലാഹു അൻഹു അലൈഹിസ്സലാം, ഇതൊക്കെ നിങ്ങളിൽ നിന്ന് വളരെ ശക്തമായിട്ട് ഇങ്ങോട്ട് കിട്ടേണ്ട സംഭവങ്ങളാണ്. അല്ലെങ്കിൽ എന്റെ വിഷയം അതുമായി ബന്ധപ്പെട്ട് മാറിപ്പോകും. എന്റെ ഒരു വീക്ക്നെസ് ആയിട്ട് നിങ്ങൾ കൂട്ടിക്കോ. എന്നാലും എനിക്കൊരു വിഷമമൊന്നുമില്ല. സ്വലാത്ത് ചെല്ലാൻ കുറച്ച് ആവേശത്തോടെ സ്വലാത്ത് ചെല്ലണം. ആമീൻ പറയുമ്പോൾ ആവേശത്തോടെ ആമീൻ പറയണം. അതുകൊണ്ട് നിങ്ങളൊക്കെ ക്ഷീണിതരറിയാം. തറാവീഹൊക്കെ നിസ്കരിച്ച് നോമ്പൊക്കെ പിടിച്ച് ക്ഷീണിതരായി തറാവീഹൊക്കെ നിസ്കരിച്ച് വിത്തറൊക്കെ കഴിഞ്ഞിട്ട് ആത്മാർത്ഥമായി ഈ വിനീതന്റെ സദസ്സിലേക്ക് നിങ്ങൾ ഓടി വന്ന ആളുകളാ. പടച്ചവനിത് പരലോകത്തിലേക്കുള്ള വലിയൊരു മുതൽക്കൂട്ടാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിപ്രധാനമായ ഒരു വിഷയത്തിലേക്കാണ് നമുക്ക് കടന്നു പോകാനുള്ളത്. നമ്മളൊക്കെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ ആത്മാർത്ഥമായിട്ട് ആരാധനകളിലൂടെ മുന്നോട്ട് കടന്നു പോകുമ്പോ ഏതൊരു വിഷയത്തിന്റെ പിന്നിലാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ ഇബാദത്ത് ചെയ്യുന്നത്? പടച്ച തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ ഇബാദത്ത് ചെയ്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അല്ലാഹുമായി ഓടിയെടുക്കാനും പടച്ചവനെ ഞങ്ങൾ മരണപ്പെടുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കണമെന്ന അതിയായ ആഗ്രഹത്തോടെ ആത്മീയ ആവേശത്തോടെ മുന്നോട്ട് പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താ? നമ്മുടെ ശരീരം നരകത്തിലേക്ക് ആപതിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാ. സ്വർഗം കിട്ടുക എന്ന് പറയുമ്പോൾ അതിനെ ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ സുഖത്തെക്കാളുപരി, അല്ലെങ്കിൽ അതിനെ ഒരു പക്ഷേ നമുക്ക് സ്വർഗത്തിന്റെ സുഖം കുറഞ്ഞു പോയാലും നരകത്തിന്റെ ഭീകരമായ തീക്ഷ്ണമായ ഭീഭത്സമായ അഗ്നിയുടെ ചൂട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതൊരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റാത്തതാണ്. അപ്പൊ രണ്ടിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ കൂടുതൽ ഗൗരവത്തോടെ ചിന്തിക്കാനുള്ള ഒരു വിഷയമാ നരകവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. ഓരോ സത്യവിശ്വാസികളും വളരെ ആത്മാർത്ഥമായി പടച്ചവനോടടുപ്പത്തോടെ ആ ഭയാനകരമായ ഭീകരമായ കത്തിക്കാടുന്ന നരകാഗ്നിയെ ഭയപ്പെട്ടുകൊണ്ട് കൂടുതൽ സത്യവിശ്വാസികൾ ആത്മാർത്ഥമായ രൂഢമൂലമായ ഈമാനോടെ മുന്നോട്ട് പോകുന്നത്. അള്ളാഹു അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും അപഗ്രഥിക്കാനും ശിഷ്ടപ്രവർത്തനങ്ങളിൽ ഇതിനെ പ്രതിഫലിപ്പിക്കുവാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കും ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പോരാ. ഈ ഹാളിൽ നിന്ന് ഇത്രയും ആളുകൾ അള്ളാന്റെ റസൂലിന്റെ പരിശുദ്ധമായ റൗളയിലേക്ക് ആത്മാർത്ഥമായി അനുരാഗത്തിന്റെ വജസ്സുകളായി അന്തരാളത്തിൽ അനുരാഗത്തിന്റെ അലമാലകൾ അലയടിക്കുന്ന രൂപത്തിൽ പ്രവാചകനോടുള്ള പ്രണയത്തിന്റെ പ്രതികരണമായി സ്വലാത്തിന്റെ ഈരടികൾ ഇവിടെ നിന്ന് ഉരുവിടുമ്പോൾ ഹബീബായ പ്രവാചകൻ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ നമ്മളെ കണ്ട് സന്തോഷിക്കും. നമ്മുടെ സലാത്തും സലാമും ഒക്കെ കേട്ട് ഹബീബായ പ്രവാചകൻ സന്തോഷിക്കും. ഈ പുണ്യമായ രാവിലെ ഹാളിൽ ഒരുമിച്ചുകൂടി അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ആത്മാർത്ഥമായിട്ട് സലാത്ത് ചൊല്ലുമ്പോൾ ലോകത്തിൽ എവിടെയൊക്കെ സുഹൃതങ്ങൾ പ്രകാശിച്ച് കാണുന്നുണ്ടോ അതിന്റെ മുഴുവനും പ്രഭവ കേന്ദ്രമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മ വെച്ചുറങ്ങുന്ന ലോകത്തിലെ എല്ലാ സ്വർഗങ്ങളെക്കാളും വലിയ സ്വർഗമേ പുണ്യമായ മദീന. ആ മദീനയെ തഴുകത്തലോടി വരുന്ന മന്ദമാരുതൻ നമ്മുടെ സ്വലാത്തിന്റെ വജസ്സുകളെ പ്രവാചകന്റെ സദസ്സിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാ സഹോദരങ്ങളെ, കാന അക്സറു ദുആഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുള്ള പ്രാർത്ഥനകളിൽ ഏറ്റവും കൂടുതൽ
കൂടുതൽ പ്രവാചകൻ നിരന്നിട്ടുള്ള പ്രാർത്ഥന ഏതാണെന്നറിയുവോ? ഇമാം ബുഖാരി തങ്ങൾ പറയുകയാ, സഹോദരങ്ങളെ, ആ പ്രാർത്ഥന നമുക്കൊക്കെ സുപരിചിതമുള്ള പ്രാർത്ഥനയാ. ആ പ്രാർത്ഥന അറിയാത്തൊരു വിശ്വാസിയുമില്ല. ആ പ്രാർത്ഥന ജീവിതത്തിൽ ഒരു വട്ടം പടച്ച തമ്പുരാന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തിയിട്ട് റബ്ബിനോട് ആ പ്രാർത്ഥനയുടെ ഉരുവുകൾ, ആ പ്രാർത്ഥനയുടെ ഈരടികൾ ചൊല്ലാത്ത ഉരുവിടാത്തൊരു വിശ്വാസിയുമില്ല. ആ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയാത്ത ഒരാളുമില്ല. സഹോദരങ്ങളെ, ഏതാണ് ആ പ്രാർത്ഥനയെന്നറിയുമോ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനാ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സഹോദരങ്ങളെ, പടച്ചവനെ, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നീ ഹസനത്ത് നൽകണമല്ലാ. സഹോദരങ്ങളെ, പടച്ച തമ്പുരാന്റെ ഇഷ്ടതോരനായ ഇഷ്ടക്കാരനായ ഹബീബായ പ്രവാചകന്റെ ജീവിതത്തിൽ ചെയ്ത പ്രാർത്ഥനകളിൽ ഏറ്റവും വലിയ പ്രാർത്ഥനയാ പറയുന്നത് വഖിനാ അദാബന്നാർ, വഖിനാ അദാബന്നാർ, വഖിനാ അദാബന്നാർ. പടച്ചവനെ, നരകത്തെ തൊട്ട് നീ കാക്കണയല്ല, നരകത്തെ തൊട്ട് നീ കാക്കണയല്ല. സമുദായത്തെ നരകത്തിന്റെ ഗൗരവം ഓർമ്മപ്പെടുത്താൻ പ്രവാചകന്റെ ജീവിതത്തിൽ പടച്ചവനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ കൂടുതലും പ്രവാചകൻ പ്രാർത്ഥിച്ചു പഠിപ്പിച്ചതേതാ? വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, നരകത്തെ തൊട്ട് നീ കാക്കണയല്ല. സഹോദരങ്ങളെ, നരകം പറയുമ്പോ, സഹോദരങ്ങളെ, പെങ്ങളെ, നരകത്തെക്കുറിച്ച് കേൾക്കുമ്പോ, നരകത്തെക്കുറിച്ച് നമ്മൾ പാരായണം ചെയ്യുമ്പോ, നരകത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോ, നരകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോ എപ്പോഴെങ്കിലും ഹൃദയത്തിൽ ആത്മാർത്ഥമായൊരു ഭയപ്പാട് തോന്നിയിട്ടുണ്ടോ? പടച്ചവനെ, കത്തിക്കാളുന്ന നരകമാണല്ലോ. പരലോകത്തിൽ പോലും ആർത്തട്ടഹസിച്ചുകൊണ്ട് ആ നരകത്തിന്റെ ഭക്ഷണത്തിന് വേണ്ടി നരകം പ്രതീക്ഷയോടെ കാത്തു നിൽക്കുകയാണല്ലോ. അല്ലാ, ഞാനാ നരകത്തിന്റെ ഭക്ഷണമാകുമോ? ഞാനാ നരകത്തിൽ ആപതിച്ചു പോകുമോ? അസഹ്യമായ നരകം, വർണ്ണിക്കാൻ പറ്റാത്ത നരകം, ആ തീജ്വാലകൾ എന്റെ ശരീരം വീണു പോകുമോ? അല്ലാ, ഒരൊറ്റ വേള നീ ചിന്തിച്ചിട്ടുണ്ടോ? നിന്റെ നയനങ്ങൾ സജലമായിട്ടുണ്ടോ? സജലങ്ങളായിട്ടുണ്ടോ? സന്ധ്യാസമയത്ത് പടച്ചവനോടുള്ള ഇഷ്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അരമനയുടെ അകത്തളങ്ങൾ ആത്മീയ നിർവൃതമാക്കേണ്ട പ്രിയപ്പെട്ട പെങ്ങളെ, സീരിയലിന്റെ മുമ്പിൽ നിന്ന് കരയാൻ നിനക്ക് കണ്ണുനീരുണ്ട് പൊന്നുമോളെ. ഏതെല്ലാം പ്രോഗ്രാം കണ്ട് കരയാൻ നിനക്ക് കണ്ണുനീരുണ്ട്. ജീവിതത്തിൽ ഒരു തവണ അല്ലാഹുവേ, നരകം, നരകം, ഭയാനകമായ നരകം, ആ നരകത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഒരു വേളപ്പെങ്ങളെ നിന്റെ കണ്ണുകളിലെ കണ്ണുനീർ തുള്ളികൾ ഒഴുകിയിട്ടുണ്ടോ? പൊന്നുമോളെ, ഈമാനുണ്ടോ? ചിന്തിക്കാൻ പറയുകയാ. അല്ലാഹുവേ, ഞങ്ങളെ നരകത്തെ തൊട്ട് നീ കാക്കണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആ കണ്ടോ? ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന കേട്ടോ? വഖിനാ അദാബന്നാർ, വഖിനാ അദാബന്നാർ, വഖിനാ അദാബന്നാർ. പടച്ചവനെ, നരകത്തെ തൊട്ട് നീ കാക്കണേ അല്ലാ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, എത്ര പറഞ്ഞാലും അതിന്റെ ഭീകരത തീരുകയില്ല. എത്രമേലെ സമുദായത്തിന്റെ മക്കള് നരകത്തിന്റെ തീഷ്ണമായ പരീക്ഷണങ്ങളെയും തീജ്വാലകളെയും കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി പരിശുദ്ധമായ ശരീഅത്തുൽ ഇസ്ലാം നരകവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ ഉൾക്കൊള്ളിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? സയ്യിദുല്ലയ്യാം, ആഴ്ചയുടെ നേതാവ്, ദിവസങ്ങളുടെ നേതാവാകുന്ന യൗമുൽ ജുമഅ ഉണ്ടല്ലോ, ജുമഅ ദിവസമുണ്ടല്ലോ. ആ ജുമഅ ദിവസം എല്ലാവരും ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടുമ്പോ, മലക്കുകൾ ധാരാളം വന്നണയുമ്പോ, സഹോദരങ്ങളെ, ആ ജുമഅ ദിവസത്തിൽ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ആത്മാർത്ഥമായിട്ട് കടന്നു വരുമ്പോ, ആ പുണ്യമായ ഖുതുബയുണ്ടല്ലോ, അൽ ഖുതുബത്തു തഖൂമു മഖാമ റകഅത്തൈനി മിനൽ ഫർള്, 2 റകഅത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഖുതുബയുണ്ടല്ലോ. ആ ഖുതുബയോദാ മിമ്പറിലേക്ക് കടന്നു പോകുന്ന ഇമാമുണ്ടല്ലോ. ഒന്ന് മനസ്സ് തുറന്ന് ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ. ലോകത്തിലുള്ള മിമ്പറുകളിൽ ഒരുപാട് ഇമാമിങ്ങൾ ദ്വാരക്കുമ്പോ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് തുടങ്ങുന്ന ദുആയുണ്ടല്ലോ. ആ ദുആകൾ കടന്നു പോകുമ്പോ ഏതെങ്കിലും ഒരു ദുആ, ഏതെങ്കിലും ഒരു പ്രാർത്ഥന
പ്രാർത്ഥന 3 തവണ ആവർത്തിച്ച് ലോകത്തിലുള്ള സർവ്വ മിമ്പറുകളിലും മുഴങ്ങുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്ക്, ഏതാണ് ആ പ്രാർത്ഥനയെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂല് കൂടുതൽ ദ്വാരുന്നത് വെറുതെയല്ല. മിമ്പറുകളിൽ നിന്ന് ഖതീബമാർ ഏതെങ്കിലും ഒരു പ്രാർത്ഥന, ഏതെങ്കിലും ഒരു ദ്വാ 3 തവണ ആവർത്തിച്ച് ദ്വാരക്കുന്നുവോ? ഏതാണ് ആ ദ്വാ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ, പടച്ചവനെ നരകത്തെ തൊട്ട് നീ കാക്കണേ അല്ലാ. ചെറുപ്പക്കാരാ, താഴെ നീ ഇരിക്കുമ്പോ, ആ നിസ്കാരത്തിന്റെ മുസല്ലയിലിരിക്കുമ്പോ, ഇമാമ് കരന്നുകൊണ്ട് ദ്വാരക്കുമ്പോ, ലോകത്തിലുള്ള സർവ്വവിശ്വാസികളും ദ്വാരക്കുമ്പോ, പൊന്നുമോനെ നീ അപ്പോഴും വാട്സാപ്പിൽ കളിച്ചുകൊണ്ടിരുന്ന, അപ്പോഴും നീ ഓൺലൈനിൽ സജീവമായി കൊണ്ടിരുന്ന, പള്ളിയിലേക്ക് കടന്നു പോകുമ്പോഴെങ്കിലും നിന്റെ നെറ്റൊന്ന് ഓഫ്ലൈൻ ചെയ്യാൻ സന്മനസ്സില്ലാത്ത ചെറുപ്പക്കാരാ, ആയിരക്കണക്കിന് 10,000-കണക്കിന് മലക്കുകൾ അല്ലാഹുവിന്റെ പള്ളിയിലിരുന്നു കൊണ്ട് നിന്നോടൊപ്പം ദ്വാരക്കുമ്പോ, നീ ആ മലക്കുകളുടെ ശാപത്തിന് പാത്രമാകുന്ന നിലക്ക് ആ പ്രാർത്ഥനയിലേക്ക് ശ്രദ്ധിക്കാതെ ഇരുന്നാൽ ഒന്നാലോചിച്ച് നോക്ക്. അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ, പടച്ചവനെ നരകത്തെ തൊട്ട് നീ കാക്കണേ അല്ലാ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെയോ? എന്നോടും നിങ്ങളോടും ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾ സഹോദരങ്ങളെ കേവലം എന്റെ മുമ്പിൽ നിന്ന് ശബ്ദം ശ്രവിക്കുന്നവരല്ല, ഏതെല്ലാമോ രാജ്യങ്ങളിൽ നിന്ന് ലൈവായിട്ട് ഈ പ്രോഗ്രാം ശ്രവിക്കുന്നവര് മാത്രമല്ല സഹോദരങ്ങൾ. ഇതിനു ശേഷം ഏതെങ്കിലും സംവിധാനത്തിലൂടെ വിനീതന് എവിടെയെങ്കിലും ഇരുന്ന് വീക്ഷിക്കുന്ന ആളുകളുണ്ടോ? എല്ലാവരോടും ഞാൻ ചോദിക്കയാ, ആദ്യമായും കൂടുതലായും എന്നോട് ചോദിക്കയാ, ഏതെങ്കിലും ഒരു ജുമായ്ക്ക് ആമീൻ ആമീൻ പറയുമ്പോ, ഇമാമിന്റെ ദുആ കേട്ടുകൊണ്ടിരിക്കുമ്പോ ആ ദുആ മനസ്സ് പൊട്ടിയിട്ടും ആമീൻ പറയാൻ, അല്ലാഹുവേ അല്ലാഹുവേ ആ നരകത്തെ തൊട്ട് നീ എന്നെ കാക്കണേ അല്ലാ. അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ എന്ന് ഇമാമ് ദ്വാരക്കുമ്പോ, ആ ദുആയിന് ഒരൊറ്റ തുള്ളി കണ്ണുനീര് ഇന്ന് വരെ ഒരുപാട് ജുമയിൽ പങ്കെടുത്തിട്ടുള്ള ചെറുപ്പക്കാരാ, ഒരു തുള്ളി കണ്ണുനീര് നീ വീഴ്ത്തിയിട്ടുണ്ടോ? 3 തവണ ആവർത്തിച്ച് ഇമാമ് ദ്വാരക്കുമ്പോ പോര സഹോദരങ്ങളെ, അല്ലാഹുമ്മ ലാ തസ്ബി ഖൽഖനാ ബിന്നാർ വലാ തജ്അൽനാ മിൻ ഹതബിന്നാർ. സഹോദരങ്ങളെ ചിന്തിക്കണേ, നരകത്തിലിട്ട് ഞങ്ങളെ ചുട്ടുകരിക്കല്ലേ അല്ലാ, നരകക്കൊള്ളിയാക്കല്ല റബ്ബേ എന്ന് ദ്വാരക്കുമ്പോ ഒരു തവണ, ഒറ്റയേക്കൊരു തവണ ഏതെങ്കിലും ഇമാമിന്റെ തൊട്ട് താഴെ ഇരിക്കുന്ന മഅ്മൂമികളായ ഞാനും നിങ്ങളും പടച്ചവനേ അല്ലാഹുവേ നരകം അതിന്റെ ഗൗരവം അറിഞ്ഞുകൊണ്ട് ഒരൊറ്റ ആമീൻ പറയാ സജ്ജരായിട്ടുണ്ടോ? പറഞ്ഞാല് തീരാത്ത വിശേഷങ്ങളാ. അതുകൊണ്ട് ഈമാനുള്ള കൽബുകൾക്ക് ഭയപ്പാടോടെ അല്ലാതെ പറയാൻ പറ്റുകയില്ല, ഭയപ്പാടോടെ അല്ലാതെ കേൾക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് എല്ലാ ആളുകളും ഉറച്ച് എന്നോടൊപ്പം ഒന്ന് ദ്വാരക്കണേ. അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ. പടച്ചവരെ കേവലം ഒരു പ്രഘോഷണ പ്രഹസനമാക്കല്ലേ അല്ലാ. പടച്ചവനെ റമദാനിന്റെ കേവലം ഒരു വാർഷിക പ്രഭാഷണത്തിൽ വിഷയീഭവിച്ചൊരു വിഷയത്തിന് ബന്ധപ്പെട്ട ഒരു വാക്കാക്കല്ലേ അല്ലാ. ഞങ്ങളെ നീ നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ. പടച്ചവരെ ഒരൽപ്പം കുടിക്കുന്ന വെള്ളത്തിന് ചൂട് കൂടിപ്പോയാൽ മെല്ലെ മെല്ലെ നാവിലിട്ട് തണുപ്പിച്ചിട്ടല്ലാതെ ഞങ്ങളുടെ തൊണ്ടയിൽ നിന്ന് താഴോട്ടിറക്കാൻ പറ്റുകയില്ലെങ്കിൽ പടച്ചവനെ കത്തിക്കാടുന്ന ഭീകരമായ നരകം അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കേണ്ട വിഷയമാ. പ്രത്യേകിച്ച് ഇമാമ് ദ്വാരക്കുമ്പോ വളരെ ഗൗരവത്തിൽ സഹോദരങ്ങളെ ആമീൻ പറയേണ്ടതാ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ. വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട പരിശുദ്ധമായ ഒരു റമളാൻ, ആ പുണ്യമായ ഒരു റമളാൻ. ആ പുണ്യമായ റമളാൻ ഞാൻ ആലോചിച്ചു പോകുക ആസൂത്രിതമാണോ എന്നറിയില്ല. കോപ്പ അമേരിക്ക
നല്ല ബെസ്റ്റ് പേരാണ്ട, പറ്റിയ പേരാ എന്തായാലും കിട്ടിയിട്ടുണ്ട്. എനിക്ക് പറ്റിയ പേരല്ല കോപ്പ അമേരിക്ക. ഞാൻ ഹർബൊന്നും തൽക്കാലം വ്യത്യാസപ്പെടുത്തുന്നില്ല, നിങ്ങൾ വ്യത്യാസപ്പെടുത്തണമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. കുറച്ചു നാളുകൾക്ക് മുമ്പ് 1 or 2 റമദാൻ മുമ്പ് ഇതേപോലെ റമദാനിലായിരുന്നു ഈ കോപ്പ അമേരിക്ക വന്നത്. ഞാനത് ആസൂത്രിതമാണോ എന്ന് സംശയിക്കാതിരിക്കാൻ നിർവാഹമില്ല. കാരണം നമ്മൾ എവിടെ ഉയരുന്നു അവിടെ തകർച്ചയുണ്ടാക്കാനാണല്ലോ സയോണിസ്റ്റുകൾ എന്നും ശ്രമിച്ചിരുന്നത്. അതുകൊണ്ട് സംശയിക്കുന്ന ഒരാളിനെ കുറ്റപ്പെടുത്താൻ സാധ്യമല്ല. ഒരു കോപ്പ അമേരിക്ക കഴിഞ്ഞപ്പോ അടുത്ത ബ്രസീലിൽ പന്തുരുണ്ടു, ലോകകപ്പായിരുന്നു. അത് റമദാനിൽ. ഇപ്പൊ കോപ്പ അമേരിക്ക. അടുത്ത നിങ്ങൾ ചിന്തിച്ചോ, ഈ വിനീതനോട് വന്നാലും ഇല്ലെങ്കിലും അടുത്ത റമദാനിൽ ഹയാത്തോടെ ഇരിക്കുന്ന ആളുകളൊന്ന് ചിന്തിച്ചോ, അടുത്ത റമദാനിൽ എന്തെങ്കിലും ഉണ്ടാകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ വിഷയമതല്ല. നമുക്ക് പരിശുദ്ധമായ റമദാൻ കടന്നു വന്നു. പടച്ചവനെ റഹ്മത്തിന്റെ 10 ഹൈസ്പീഡിൽ അങ്ങ് പോയി, മഗ്ഫിറത്തിന്റെ 10 ഓടിക്കൊണ്ടിരിക്കുക. പടച്ചവനെ എനിക്ക് ഒരു ഖത്മ് ഖുർആൻ പോലും ഓതാൻ കഴിഞ്ഞില്ലല്ലോ. ആർക്കാ വേദന തോന്നുന്നത്? പടച്ചവനെ നിന്റെ ഹബീബായ പ്രവാചകന്റെ മേലെ എനിക്ക് കാര്യമായി സ്വലാത്ത് ചെല്ലാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ആർക്കാ വേദന തോന്നുന്നത്? എന്നാലോ അലാറം വെച്ചിട്ട് പാതിരാവിൽ കളി കാണാൻ വേണ്ടി, അത്താഴം കഴിക്കാനല്ല, ഖുർആൻ ഓതാനല്ല, തഹജ്ജുദ് നിസ്കരിക്കാനല്ല, അലാറം വെച്ചുകൊണ്ട് കിടക്കുക മെസ്സിയുടെ കളി കാണാൻ, അല്ലെങ്കിൽ നെയ്മറിന്റെ അടി കാണാൻ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അന്നത്തെ ദിവസം നിന്റെ ക്ഷീണം കൊണ്ട് ആ അലാറം കേൾക്കാതെ വന്നാൽ നിനക്കുണ്ടാകുന്ന മനസ്സിന്റെ വ്യഥയും വിഷമവും, നിനക്കുണ്ടാകുന്ന വല്ലാത്ത ആകുലതയും, ഒരു നിസ്കാരം ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ഈ ആധുനിക സാഹചര്യത്തിൽ ജീവിക്കുന്ന ചെറുപ്പക്കാരാ. നിന്റെ ബാധ്യതയല്ലേ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ശരിക്കാലോചിച്ചോ, പരിശുദ്ധമായ റമദാൻ നരകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോ ഏറെ കാര്യമായി ചിന്തിക്കാനുള്ളതാ. അള്ളാന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഞാൻ പറഞ്ഞതുപോലെ പുണ്യമായ റമദാനിന് 3 പത്തുകളായി ഓഹരി ചെയ്തപ്പോ അവ്വലുഹു റഹ്മാ, ആദ്യത്തെ 10 അല്ലാഹുവിന്റെ റഹ്മത്ത് കോരിച്ചടിയുന്ന 10 അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞപ്പോ വഔസതുഹു മഗ്ഫിറ, രണ്ടാമത്തെ 10 മഗ്ഫിറത്തിന്റെ 10. സഹോദരങ്ങളെ, അവസാനത്തെ 10 ലൈലത്തുൽ ഖദർ ഉണ്ടാകാൻ സാധ്യതയുള്ള 10 ഉണ്ടല്ലോ. ലൈലത്തുൽ ഖദർ ഉണ്ടാകാൻ സാധ്യതയുള്ള 10 ഉണ്ടല്ലോ. ആ 10 അല്ലാഹുവിനോട് ദ്വാരക്കുമ്പോ കൂടുതൽ ഖബൂലിയത്ത്, സ്വീകാര്യത സാധ്യത കൂടി വരുന്ന അവസാനത്തെ 10 ഉണ്ടല്ലോ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദറാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. 1000 മാസത്തെക്കാൾ പ്രതിഫലമാ. 1000 മാസത്തിന്റെ പ്രതിഫലമല്ല, 1000 മാസത്തെക്കാൾ മിൻ അൽഫി സഹർ എന്നാ പറഞ്ഞത്. അത് 10,000 മാസമാകാ, അത് 1,00,000 മാസമാകാ, അത് 1,00,00,000 മാസമാകാ. ചെറുപ്പക്കാരാ, കോപ്പ അമേരിക്ക കണ്ട് തട്ടിത്തെറിപ്പിക്കല്ല മോന്, അതിന്റെ പേരിൽ നരക കൊള്ളയായി മാറല്ല പൊന്നുമോന്. ഒന്ന് ചിന്തിച്ചു നോക്ക്. ആ പുണ്യമായ ലൈലത്തുൽ ഖദർ ഉണ്ടാകാൻ ഏറെ സാധ്യതയുള്ള അവസാനത്തെ 10 ഉണ്ടല്ലോ. ആ 10 പടച്ചവനോട് ദ്വാരക്കാൻ പറഞ്ഞ 10 ഏതാ? വആഖിറുഹു ഇത്കും മിനന്നാർ, നരകമോചനത്തിന്റെ 10. നരകത്തെ തൊട്ട് നിങ്ങൾ കാവലിനെ തേടിക്കോ. എത്ര ഗൗരവമാ സഹോദരങ്ങള്. വേണമെങ്കിൽ ഇതിനേക്കാൾ ഗൗരവം സ്വർഗം ചോദിക്കലാണെങ്കിൽ നമുക്ക് പറയാമായിരുന്നല്ലോ. അല്ലാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തരാമായിരുന്നല്ലോ. നിങ്ങൾ സ്വർഗത്തെ ചോദിച്ചോ? ഇല്ല സഹോദരങ്ങളെ, ഗൗരവം അതിനേക്കാളുമാ. ഓരോ വിശ്വാസിയുടെയും ആരാധനയുടെ മേൽപ്പിച്ചുപുറങ്ങള് സജീവമാകേണ്ട കാരണം നരകത്തെക്കുറിച്ച് ഓർക്കുമ്പോഴാ. നരകത്തെക്കുറിച്ച് ഓർക്കാത്ത മഹാന്മാര് കടന്നുപോയിട്ടില്ല. നരകത്തെക്കുറിച്ച് ചിന്തിക്കാത്ത അമ്പിയാക്കന്മാര് കടന്നുപോയിട്ടില്ല. നരകത്തെക്കുറിച്ച് ആലോചിച്ച് പൊട്ടിക്കരയാത്ത പ്രവാചകന്റെ അനുചരന്മാര് കടന്നുപോയിട്ടില്ല. നരകത്തിന്റെ ഭീകരമായ അവസ്ഥകളെക്കുറിച്ച് രാവും പകലും പൊട്ടിക്കരന്നുകൊണ്ട് പ്രാന്തമായി ഓടി നടക്കാത്തൊരു വലിയും കടന്നുപോയിട്ടില്ല. സഹോദരങ്ങളെ, നരകത്തെക്കുറിച്ച് ആകുലതപ്പെടാത്ത ഒരു മുത്തഖയും കടന്നുപോയിട്ടില്ല. അതുകൊണ്ട് അവസാനത്തെ 10 എന്തിനുള്ളതാണെന്നറിയുമോ? വആഖിറുഹു
ഇത്ഖും മിനന്നാർ. ഒന്ന് ചിന്തിക്ക സഹോദരങ്ങളെ, എത്ര ഗൗരവമാ അവസാനത്തെ പത്ത്, നരകമോചനത്തിന്റെ പത്ത. നമ്മൾ ദുആരക്കുന്നു, അല്ലാഹുമ്മ ഇത്ഖിനി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. പടച്ചവനേ, നരകത്തെ തൊട്ട് നീ കാക്കണയല്ലാ. ഓരോ തറാവീഹ് കഴിയുമ്പോ നമ്മൾ പടച്ചവനോട് ദുആരക്കയാ, അല്ലാഹുമ്മ ഇന്നലക ഫീ അതാ ഓരോ ഓരോ രാവുകളും പടച്ചവനെ നിനക്കുള്ളതാ. ഇജ്അൽനാ മിൻ ഉതഖാഇക വതുലഖാഇക വഖുലസാഇക വഉമനാഇക മിനന്നാർ. എത്ര ഗൗരവമാ സഹോദരങ്ങളെ, എല്ലാ പുണ്യമാ